ഹായ് ഫ്രണ്ട്സ്, കോഡിംഗ് വിത്ത് വിൻവേയിലേക്ക് വീണ്ടും സ്വാഗതം. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം, ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ബാദുഷയോട് ചോദിക്കാം. അപ്പോൾ സജു പറഞ്ഞ പോലെ വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള ഒരു പ്രാക്ടിക്കൽ വീഡിയോയിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുന്നായിട്ട് എന്താണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് വിൻഡോസ് 10 എന്നുള്ളത് അറിയണം. നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ആയിട്ടുള്ള രണ്ട് പോർഷനാണ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ വേണ്ട അടിസ്ഥാനമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ GUI ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മളെ യൂസർ ഫ്രണ്ട്ലി ആക്കുന്ന ഒരു സാധനമാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൽ തന്നെ നമ്മൾക്ക് ലിനക്സ്, അതേമാതിരി തന്നെ വിൻഡോസ്, യൂണിക്സ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നിലവിലുണ്ട്. അതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിൻഡോസ് 10 കുറിച്ചാണ്. വിൻഡോസ് 10 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന പ്രാക്ടിക്കലിലേക്ക് നമുക്ക് നീങ്ങാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബൂട്ടബിൾ ആയിട്ടുള്ള പെൻഡ്രൈവ് ആണ്. നമ്മൾ ബൂട്ടബിൾ ആയിട്ടുള്ള ഒരു പെൻഡ്രൈവ് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഇതിനകത്ത് വിൻഡോസ് 10 ആണ് ബൂട്ടബിൾ ആക്കി വെച്ചിട്ടുള്ളത്. ബൂട്ടബിൾ മീഡിയംസ് എന്ന് പറയുന്നത് CD വരാം, പെൻഡ്രൈവ് വരാം, ഓൺലൈനിലും ബൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പെൻഡ്രൈവ് വെച്ചിട്ടാണ് ഇത് ബൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ പെൻഡ്രൈവ് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. കമ്പ്യൂട്ടർ സ്റ്റിൽ ഓഫ് ആണ് ഇപ്പോൾ. ഇത് കണക്ട് ചെയ്തതിന് ശേഷം ആണ് ഓൺ ചെയ്തിട്ട് അതിന്റെ കോൺഫിഗറേഷൻസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ബൂട്ട് ചെയ്യണം നോക്കാം. അതിനായിട്ട് അധികമായതുകൊണ്ട് ഇതിന്റെ F12 ആണ് ഇതിന്റെ F2 ആണ് ഇതിന്റെ സെറ്റപ്പ് വരുന്നത്. നമ്മൾ ഈ കാണുന്ന ബയോ സെറ്റിംഗ്സിനകത്ത് ആദ്യത്തെ ഓപ്ഷനാണ് സിസ്റ്റം ഇൻഫർമേഷൻ. അതിനകത്ത് ഇതിൽ ഏത് ചിപ്സെറ്റ് ആണ് ഈ മദർ ബോർഡിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്, അതിന്റെ ഫേംവെയറിന്റെ ഡീറ്റെയിൽസ്, മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് എല്ലാം കാണും. ദെൻ നമ്മൾക്ക് എത്ര GB റാം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ക്ലോക്ക് ടൈം സ്പീഡ്, മെമ്മറി സ്പീഡ് എത്രയാണ്, എത്ര റാം ഇട്ടിട്ടുണ്ട്, ഏത് മോഡൽ റാം ആണ് ഇട്ടിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. അതേപോലെ തന്നെ താഴേക്ക് വരുന്ന സമയത്ത് ഏത് പ്രൊസസ്സറാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്, പ്രൊസസ്സറിലെ ക്ലോക്ക് ടൈം, സ്പീഡ്, മാക്സിമം സ്പീഡ് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ടാവും. അതേപോലെ തൊട്ട് താഴെ വരുന്ന സമയത്ത് ഈ SATA 0 എന്നുള്ളത് നമ്മളുടെ വെസ്റ്റേൺ ഡീറ്റെയിലിന്റെ ഒരു SSD ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. 240 GB വരുന്ന ഒരു SSD. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഇതിനകത്ത് വന്ന് നമുക്ക് പ്രൈമറിയിൽ സിസ്റ്റം ഓൺ ആയിരിക്കണം, ബോർഡും പ്രൊസസ്സറും എല്ലാം പക്കായിരിക്കണം. അതേപോലെ തന്നെ ഇത് വിൻഡോസ് 10 ലോഡ് ചെയ്യാൻ പോകുന്നത് WD ഗ്രീനിനകത്തേക്കാണ്, അതായത് ഒരു SSD-യിലേക്കകത്തേക്കാണ് നമ്മൾ ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ബൂട്ടിംഗ് സീക്വൻസ് എന്ന് പറയുന്ന ഏരിയയിൽ പോയിട്ട്, ഇതിപ്പോൾ ഡെല്ലിലാണ് ഇങ്ങനെ കാണുന്നത്. അതേസമയം മറ്റുള്ള മദർ ബോർഡുകളിൽ ബൂട്ടിംഗ് ഡീറ്റെയിൽസ്, കോൺഫിഗറേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. നമ്മൾ നേരെ ബൂട്ടിംഗ് സീക്വൻസിലേക്കകത്ത് വന്നു. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ WD ഗ്രീൻ കാണിക്കുന്നുണ്ട്. ഇത് SSD ആണ്. ദെൻ USB സ്റ്റോറേജ് ഡിവൈസ്, നമ്മളുടെ പെൻഡ്രൈവിനെയാണ് ഉദ്ദേശിച്ചത്. ദെൻ CD ഡ്രൈവ്, INC, അത് അതായത് ലാൻഡ് ത്രൂ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. അതിൽ നമ്മൾ ഈ സ്റ്റോറേജ് ഡിവൈസ് എന്നുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് പ്രയോറിറ്റിയിൽ കിടക്കുന്ന വിൻഡോസ്, ബൂട്ടബിൾ ആയിട്ടുള്ള വിൻഡോസ് സെർച്ച് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അത് ബൂട്ട് ചെയ്യണമെന്ന് ചോദിക്കും. അല്ലെങ്കിൽ അടുത്ത കിടക്കുന്ന ഡിവൈസിൽ ഏതാണ് വിൻഡോസ് ഉള്ളത് അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ സെറ്റിംഗ്സ് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. അപ്ലൈ കൊടുത്തതിന് ശേഷം ജസ്റ്റ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ടായി വരുന്ന സമയത്ത് ഡെല്ലിന്റെ ലോഗോ കഴിഞ്ഞാൽ ഏത് വിൻഡോസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം 64 ബിറ്റ് ആണോ 32 ബിറ്റ് ആണോ എന്നുള്ള പ്രകാരം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കോമൺലി വന്നു പോകുന്നതെല്ലാം 64 ബിറ്റ് ആണ്. 32 ബിറ്റ്
വളരെ റെയർ ആണ്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാനോ കാര്യങ്ങളോ മാത്രമാണ് 32 ബിറ്റ് എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പഴയ സിസ്റ്റങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്ന 32 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ മാത്രമാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതർവൈസ് കോമൺ ആയിട്ട് എല്ലാവരും 64 ബിറ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ വിൻഡോസ് 10 സെറ്റപ്പ് 64 ബിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. താഴെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ഷൻ ആവും, ചൂസ് കാണിക്കുന്നുണ്ട്. ടാബ് അടിച്ചു കഴിഞ്ഞാൽ മെനുവിലേക്ക് പോകും. ഓരോ ഇപ്പോൾ താഴെ കാണുന്ന ടൂൾസ് എന്ന ഭാഗത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ ടാബ് അടിച്ചിട്ട് വേണം പോകാനായിട്ട്. അതായത് നമ്മളുടെ കയ്യിലുള്ള SSD കംപ്ലൈന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മെമ്മറി ഡയഗ്നോസ് ചെയ്യുന്ന ഏരിയ ആണത്. ദെൻ എസ്കേപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിൽ എസ്കേപ്പ് കീ അടിച്ചു കഴിഞ്ഞാൽ അത് എക്സിറ്റ് ആവുകയും ചെയ്യും. ഇത് ഈ വിൻഡോ ക്യാൻസൽ ആയി പോകും. അപ്പോൾ വിൻഡോസ് 10 64 ബിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. എൻ്റർ കീ ക്ലിക്ക് ചെയ്യാൻ നോക്കിയിട്ട് ടെമ്പററി ആയിട്ട് വിൻഡോസ് ലോഡ് ചെയ്യാൻ വേണ്ട ഫയൽസ് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അലക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ടെമ്പററി മാത്രമായിരിക്കും. ഇത് കഴിഞ്ഞ ശേഷം വിൻഡോസ് ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ക്യാച്ച് ക്ലിയർ ചെയ്ത് പോകും. ടെമ്പററി ഫയൽസ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും. വിൻഡോസ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ടാവും, ഏതാണ് കറൻസി മോഡൽ, ടൈം എവിടെയാണ്, അതേപോലെ തന്നെ കീബോർഡ് ഇൻപുട്ട് മെത്തേഡ് ഏതാണെന്നുള്ളത് ചോദിക്കും. നമ്മൾക്കിത് മൂന്നും ഡിഫോൾട്ടായിട്ട് തന്നെ വിട്ടുകൊണ്ട് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് വിൻഡോ വരുന്നത് ഈ ഇൻസ്റ്റാൾ എന്നുള്ളതാണ്, അല്ലെങ്കിൽ റിപ്പയർ യുവർ കമ്പ്യൂട്ടർ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമ്മളുടെ വിൻഡോസിനകത്ത് എന്തെങ്കിലും ഫയൽസ് മിസ്സാവുകയോ കറക്റ്റ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ എറേഴ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നു നമ്മുടെ ഹാർഡ്വെയർ ആയിട്ട് മാച്ച് ആവുന്നില്ല, ആ വന്ന പുതിയ അപ്ഡേറ്റ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വിൻഡോസ് ഓപ്പൺ ആവാത്ത പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ ഫയൽസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമന്റ് പോപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെയാണ് ഈ റിപ്പയർ യുവർ കമ്പ്യൂട്ടർ എന്ന മെനു ക്ലിക്ക് ചെയ്യുക. അതേസമയം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാൾ ആണ്. എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് സ്റ്റാർട്ടിങ് കൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്കിത് നെക്സ്റ്റ് വിൻഡോയിലേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണുന്ന വന്നിട്ട് മൈക്രോസോഫ്റ്റുമായിട്ട് ഈ വിൻഡോസ് 10 യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ലൈസൻസ് എഗ്രിമെന്റ് ആണ്. ഇത് 2021 ലാസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അതിനുശേഷം അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് അതിന് തൊട്ടുള്ള മുന്നുള്ള വെർഷനാണ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. 90 ദിവസത്തേക്കാണ് നമുക്ക് ട്രയൽ വെർഷൻസ് യൂസ് ചെയ്യാൻ പറ്റുക. അതേമാതിരി തന്നെ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള ഇങ്ങനെ ടേംസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ലൈസൻസ് എഗ്രിമെന്റ് ഇങ്ങനെയാണുള്ളത് എന്ന ഡീറ്റെയിൽസ് അടക്കം എല്ലാം തന്നെ ഇതിനകത്ത് ഉണ്ടാവും. മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. തൽക്കാലം നമ്മളത് അക്സെപ്റ്റ് കൊടുത്തിട്ട് നെക്സ്റ്റ് വിൻഡോയിലേക്ക് പോവാണ്, അടുത്ത വിൻഡോയിലേക്ക്. ഇവിടെ വരുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. വിൻഡോസ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 7ലാണ് നിൽക്കുന്നത്. അതിനുള്ള ഫയൽസും ആപ്ലിക്കേഷൻസും എല്ലാം നമുക്ക് നിലനിർത്തിക്കൊണ്ട് അതിന്റെ പുതിയ വേർഷനായിട്ടുള്ള വിൻഡോസ് 10ലേക്ക് മൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ അപ്ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം കസ്റ്റം വന്നിട്ട്, കസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അതിനകത്ത് വൈറസോ കാര്യങ്ങളോ മറ്റുള്ള ഉണ്ടെങ്കിൽ എല്ലാം തന്നെ നമ്മൾ ഈ പുതിയ ഇൻസ്റ്റാൾ ചെയ്യുന്ന വിൻഡോസിലേക്കും എഫക്റ്റ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പഴയത് മാറ്റിയിട്ട് പൂർണ്ണമായിട്ടും പുതിയതാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അഡ്വാൻസ്ഡ് മോഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കസ്റ്റം ക്ലിക്ക് ചെയ്യാണ്.
അങ്ങനെ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വന്ന് നിൽക്കുന്നത് പാർട്ടീഷനിങ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ SSD നമ്മൾക്ക് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. പാർട്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു 10 സെന്റ് സ്ഥലമുണ്ട്, അതിനകത്ത് ഒരു 5 സെന്റ് വീട് വെക്കാനും കാര്യങ്ങളൊക്കെ എടുത്തു, 5 സെന്റ് കൃഷിക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന പോലെ കമ്പ്യൂട്ടറിൽ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടിട്ടുള്ള 256 GB സ്പേസിൽ നമുക്ക് അതിനെ തരംതിരിവ് നടത്തി ഒരു 100 GB വിൻഡോസ് ഉപയോഗിക്കാനും സി ഡ്രൈവിനുമായിട്ട് മാറ്റിയതിനു ശേഷം ബാക്കി 100 GB നമ്മളുടെ പേഴ്സണൽ ഫയൽസ് കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 100 GB നമുക്ക് നമ്മുടെ ഫയൽസും കാര്യങ്ങളും അതിനകത്ത് ഇട്ട് കൊടുത്ത് സേവ് ചെയ്യാനുള്ള സംവിധാനത്തിന് വേണ്ടി 2 പാർട്ടീഷനാക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ ഈ പാർട്ടീഷനുകളെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് വിടാം. ഫസ്റ്റ് ഓരോ പാർട്ടീഷനായിട്ട് എടുത്ത് ഡിലീറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് മേലെ കാണാൻ പറ്റും അൺഅലോക്കേറ്റഡ് സ്പേസ് എന്നുകൊണ്ട് ഒരു ഭാഗത്തേക്കാണ് ഈ സാധനം മുഴുവനായിട്ട് കയറി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് 223 GB ആണ് ഇപ്പോൾ ഇതിനകത്തുള്ള SSD. 247 GB SSD ആണ്. അപ്പോൾ 223 GB ആണ് മാനുഫാക്ചറർ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ടോട്ടലായിട്ട് കൊടുക്കുന്നത് അതിൽ. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ഒരു 100 GB അതായത് അപ്രോക്സിമേറ്റ് നമ്മൾ GB കണക്ക് വരുന്നത് 1024 MB ആണ് 1 GB. അപ്പോൾ 24 എന്നൊരു സംവിധാനം കൂടെ ഉണ്ട്. തൽക്കാലം അത് ഞാൻ വിട്ടിട്ട് ഇപ്പോൾ 100 GB കറക്റ്റ് കിട്ടണമെങ്കിൽ 1,02,400 MB അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ അതിൽ 1,00,000 മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 97 GB നമുക്ക് സിഇക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഞാനത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതോടുകൂടി തന്നെ സിസ്റ്റം അഡീഷണൽ ആയിട്ട് കരുതപ്പെടുന്ന ഒരു അഡീഷണൽ സിസ്റ്റം റിസർവ്ഡ് ആയിട്ടുള്ള ഒരു 50 MB പാർട്ടീഷൻ കൂടെ വരും. അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഈ പറഞ്ഞ പോലെ മെമ്മറി, ക്യാഷ് മെമ്മറിയും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റമായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത് അൺഅലോക്കേറ്റഡ് നിൽക്കുന്ന ഫ്രീ സ്പേസ് 125 GB ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 100 GB നമുക്ക് മുഴുവൻ കിട്ടിയില്ല, 97.6 GB ആണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ അൺഅലോക്കേറ്റഡ് ആയിട്ടുള്ള ഇനി ബാക്കി സ്പേസിനെല്ലാം കൂടെ ഒരു പാർട്ടീഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ശേഷം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സി ആണ്, പ്രൈമറി പാർട്ടീഷൻ ആണ് ഈ ഫസ്റ്റ് കാണുന്ന സാധനം. ആദ്യത്തെ സിസ്റ്റം റിസർവിന് എടുത്തു, രണ്ടാമത്തെ വിൻഡോസ് ഇൻസ്റ്റലേഷൻ, പിന്നെ മൂന്നാമത്തെ വന്നിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഈ രണ്ടാമത്തെ പാർട്ടീഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസ് ഇൻസ്റ്റലേഷൻ അതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ പെൻഡ്രൈവിൽ നിന്നും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഫയൽസ് സിസ്റ്റത്തിലെ ഹാർഡ് ഡിസ്കിനകത്ത് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടറിന്റെ സ്പീഡിനനുസരിച്ചുകൊണ്ട് ഈ ഇൻസ്റ്റലേഷൻ ആവുന്നതിന്റെ സ്പീഡും വ്യത്യാസം വരും. ചില സമയങ്ങളിൽ ഇതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ടും, അതേപോലെ നമ്മളുടെ കയ്യിലിരിക്കുന്ന PC കുറച്ച് പഴയതാണെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വരെ ഇത് നീളാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളുടെ SSDയിലേക്ക് വിൻഡോസ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോൺഫിഗറേഷൻ കാര്യങ്ങളാണ്.
നമ്മളുടെ കയ്യിലുള്ള പെൻഡ്രൈവ്, ബൂട്ടബിൾ ആയിട്ടുള്ള പെൻഡ്രൈവിന്റെ സഹായം ഇല്ലാതെ തന്നെ ഇനി വിൻഡോസിലേക്ക് ബൂട്ട് ചെയ്ത് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. റീസ്റ്റാർട്ട് ആവുന്ന കമ്പ്യൂട്ടർ ഇനി ബൂട്ട് ആവുന്നത് SSDയിൽ നിന്നായിരിക്കും. ബൂട്ട് ഫ്രം USB. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ USB-യിൽ നിന്നും ബൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒന്നും നമ്മൾ ഇനി കീ എന്നുള്ളത് പ്രസ് ചെയ്യാതെ വന്നപ്പോൾ ഡയറക്റ്റ് SSDയിൽ നിന്നും ബൂട്ട് ആവുകയും ആ ബൂട്ട് ആവുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇനി കോൺഫിഗറേഷൻസ് വിൻഡോ ആണ് അടുത്തത്. എപ്പോഴും ഫസ്റ്റ് ബൂട്ട് എന്നുള്ളത് നമ്മൾക്ക് ഒരു നിശ്ചിത സമയം എടുക്കാറുണ്ട്. കമ്പ്യൂട്ടറിനകത്ത് ഏതൊക്കെ പെരിഫറൽസ് ഇപ്പോൾ കണക്റ്റഡ് ആണ്, അതിൽ ഏതൊക്കെ ആക്റ്റീവ് ആണ്, ഏതൊക്കെ ഓഫ്ലൈനിലാണ്, അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസിനും മുന്നേ നമ്മുടെ കമ്പ്യൂട്ടർ ആദ്യം എടുക്കുന്നതാണ് ഈ കാണുന്ന ടൈം വരുന്നത്. വൺസ് ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള ബൂട്ടിംഗ് എല്ലാം അത്യാവശ്യം സ്പീഡായിട്ട് തന്നെ നടക്കും. കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡീറ്റെയിൽസ് എടുക്കുന്നത്. ശേഷം കമ്പ്യൂട്ടർ രണ്ടാമത് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി കോൺഫിഗറേഷൻസ് വിൻഡോ ആണ്. കമ്പ്യൂട്ടറിന്റെ പേരെന്താണ് കൊടുക്കേണ്ടത്, വൈഫൈ കണക്റ്റഡ് ആണോ അല്ലയോ, കമ്പ്യൂട്ടറിന്റെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഏതാണ്, അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന ഏരിയയിലേക്കാണ് പോകുന്നത്. നോക്കാം. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന റീജൻ ഏതാണെന്നുള്ളതാണ് ഇതിൽ ചോദിക്കുന്നത്. ഇപ്പോൾ US ആണ് അതിനകത്ത് കിടക്കുന്നത്. നമ്മളത് ഇന്ത്യയിലേക്ക് മാറ്റാൻ പോവാണ്. ഇന്ത്യയിലേക്ക് മാറ്റി ദെൻ S കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വിൻഡോ വരുന്നത് കീബോർഡ് ഏത് ഉപയോഗിക്കണം എന്നതാണ്. US ആണ് സാധാരണ യൂസ് ചെയ്ത് വരുന്ന കീബോർഡ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. ദെൻ S കൊടുത്തു. ഇനി കീബോർഡ് പുതിയ ലേഔട്ട് വല്ലതും മലയാളമോ അല്ലെങ്കിൽ അറബിക്കോ വേറെ ഏതെങ്കിലും ആഡ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നിലവിൽ ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് കൊടുക്കുകയാണ്. നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് എത്തർനെറ്റ് ലാൻ കേബിൾ ത്രൂ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഉള്ളത് കൊണ്ട് നിലവിൽ ഇന്റർനെറ്റ് ഉണ്ടോ, കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. തൽക്കാലം നമ്മൾ ഇപ്പോൾ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നില്ല, ഇല്ലാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ഇന്റർനെറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ഇത് എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ലോഗിൻ ചെയ്യണം. അതും ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കുറച്ചുകൂടെ ഉത്തമം. നമ്മൾ ലൈസൻസ്ഡ് അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കണ്ടിന്യൂ വിത്ത് ലിമിറ്റഡ് സെറ്റപ്പിലാണ് പോകുന്നത്. പിന്നീട് വേണമെങ്കിൽ നമ്മൾക്ക് ലോഗിൻ ചെയ്യാനും പറ്റും. ഇപ്പം നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുന്ന PC-യുടെ നെയിം എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം യൂസർ PC ആയിട്ട് ഇതിനെ പരിഗണിക്കാം. യൂസർ എന്ന് കൊടുത്തു, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. യൂസർ അക്കൗണ്ടിന് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. തൽക്കാലം പാസ്വേഡ് ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് പിന്നീട് വേണമെങ്കിലും ഇതിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ശേഷം ഈ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിന്റെ ലൊക്കേഷൻ, ഫൈൻഡ് മൈ ഡിവൈസ്, ലാപ്ടോപ്പുകളൊക്കെ കാണുന്ന സമയത്ത് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ലോഗ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എവിടെയാണ് യൂസ് ചെയ്തത്, നമ്മുടെ മൊബൈലിനകത്ത് ഫൈൻഡ് മൈ ഡിവൈസ് വരുന്ന മാതിരി നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനും സാധനം പിന്നീട് അതിനെ ട്രാക്ക് ചെയ്യാനും എല്ലാം ഉപകാരപ്പെടുന്ന സംവിധാനങ്ങളാണ്. നിലവിൽ ഞങ്ങൾ ഈ സംവിധാനങ്ങളെല്ലാം ഡിസേബിൾ ചെയ്തിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടില്ല. നമുക്ക് പിന്നീട് അത് എനേബിൾ ചെയ്യാൻ പറ്റും. ഈ വിഷയങ്ങളെല്ലാം എനേബിൾ ചെയ്യാൻ പറ്റും അക്കൗണ്ട് ലോഗിൻ ചെയ്തതിന് ശേഷം. ഇത് കൊട്ടാന എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. നമ്മൾക്കിത് വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ, ഇപ്പോൾ AI ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ജെമിനി മറ്റുള്ളത് പോലെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് മൈക്രോസോഫ്റ്റ് തരുന്ന സാധനമാണ്. എന്തെങ്കിലും ഇൻഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡീറ്റെയിലിംഗ് എടുത്ത് തരും. പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇത് എല്ലാ സമയത്തും റണ്ണിങ് ആയതുകൊണ്ട് സിസ്റ്റത്തിന് ഒരു പൊടിക്ക് സിസ്റ്റം സ്ലോ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് തൽക്കാലം ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. അത് നോട്ട് നൗ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ വിൻഡോസ് 10 ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് മൈക്രോസോഫ്റ്റ് ഒരു ബ്രൗസറാണ്, എഡ്ജ് എന്നുള്ളത്. ഇതിന്റെ കോൺഫിഗറേഷൻ ആണ് ചോദിക്കുന്നത്, റെക്കമെൻഡഡ് ആണ്. മേ ബി ലേറ്ററായി കൊടുക്കുകയാണ് നമ്മൾ. ഈ നിൽക്കുന്ന സിസ്റ്റത്തിനകത്ത് ഇതിന് ഡ്രൈവേഴ്സും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, VLC മീഡിയ പ്ലെയർ, അതിന് പിന്നെ PDF റീഡർ, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും. നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. എങ്കിൽ പുതിയ വീഡിയോസുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് കോഡിംഗ് വിത്ത് വിൻവേ.